ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരുന്നത്. 2024 ഡിസംബർ 28 മുതലാണ് നമ്മുടെ 10th പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് എക്സാം ഡിസംബർ 28 നടക്കാൻ പോവുകയാണ്. ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ 32ഓളം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടതും സെലക്റ്റീവ് ആയിട്ടുള്ളതുമായ 32 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 10th പ്രിലിംസ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം വെവ്വേറെ ഫോൾഡറുകളാക്കി തന്നെ പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം സിലബസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ ഇന്ന് 20-ാം തീയതിയാണ്. 8 ദിവസം കൂടിയേ ഇനി നമ്മളുടെ മുന്നിലുള്ളൂ. വരുന്ന ഡിസംബർ 28 നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ് 10th പ്രിലിംസ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കൂടെ പഠിച്ചു വന്നുകൊണ്ടിരുന്ന കൂട്ടുകാർക്കും ഒക്കെ അക്കൂട്ടത്തിൽ എക്സാം ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട്, അത് മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇനി 4 സ്റ്റേജായിട്ടാണ് എക്സാം നടക്കുന്നത്. ഈ 4 സ്റ്റേജിലുമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ്. മെഗാ മാരത്തൺ ഫൈനൽ ലാബ് റിവിഷൻ സീരീസ് ആണ്. അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ്. അതായത് സിലബസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റിവിഷൻ സീരീസ് ആണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഠിച്ചു വന്നിട്ടുള്ള കൂട്ടുകാർക്ക് ഇതൊരു റിവിഷൻ മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുമാത്രമല്ല ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അറിയാൻ പാടില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി ഒരു 8 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു 8 ദിവസം കൊണ്ട് പുതിയ ടോപ്പിക്കുകളൊന്നും കവർ ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാനുള്ള സമയം ഈ ഒരു 8 ദിവസം നമുക്കില്ല. ഇനി ഒരു റിവിഷനായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ റിവിഷൻ്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. മെഗാ മാരത്തൺ റിവിഷനാണ്. സിലബസിലെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടുക. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ക്ലാസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അയൽ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളും. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കുന്നില്ല. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തേത്. ആദ്യം നമുക്കിത് പഠിക്കാം. അതിനുശേഷം രക്തക്കുഴലുകളെക്കുറിച്ച് പഠിക്കുന്നു. പിന്നീടാണ് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കമ്പൈൻഡ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അയൽ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളും. ആദ്യം തന്നെ പാകിസ്ഥാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. ശ്രദ്ധിക്കാം, അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3. അതായത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഏതൊക്കെയാണത്? രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 3 രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് തന്നെ പഠിച്ച് റിവൈസ് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീറും ലഡാക്കും. അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2. ജമ്മു കാശ്മീർ, ലഡാക്ക്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനുമായിട്ട് രാജസ്ഥാനും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഏതാണ്? ഗുജറാത്താണ്. അടുത്തത് ബംഗ്ലാദേശ്. ബംഗ്ലാദേശും നമ്മുടെ ഒരു അയൽ രാജ്യമാണ്. നോക്കാം,
അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5 മിസോറാം, ത്രിപുര, മേഘാലയ, അസം, പശ്ചിമ ബംഗാൾ. ഇത് ഇത്രയും ആണ് 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നവ. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അതുപോലെ തന്നെ ബംഗ്ലാദേശുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ആസാമാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ആരുമായിട്ട്? ബംഗ്ലാദേശുമായിട്ട്. അടുത്തത് നമ്മൾ ചൈനയെ പറ്റിയാണ്. അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 4 എണ്ണമാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയൊക്കെയാണ്? 1 എണ്ണമാണ്, ലഡാക്ക്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ചൈനയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇനി നമ്മുടെ അയൽരാജ്യമാണ് നേപ്പാള്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. ഇനി നേപ്പാളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. നേപ്പാളുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഇനി അടുത്ത നമ്മുടെ അയൽരാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 4. അതേതൊക്കെയാണ്? സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ് എന്നിവയാണ്. ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഭൂട്ടാനുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് സിക്കിമാണ്. അടുത്തതാണ് നമ്മുടെ അയൽരാജ്യമായ മ്യാൻമാർ. അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 4. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. മ്യാൻമാറുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. മ്യാൻമാറുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. അടുത്തതാണ് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 0 ആണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 1. ലഡാക്ക് മാത്രമാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. ഓക്കെ, അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രക്തക്കുഴലുകൾ, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഭാഗമാണ് രക്തക്കുഴലുകൾ. അതുകൂടി നമുക്ക് നോക്കാം. രക്തക്കുഴലുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ എന്താണ്? ആൻജിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. രക്തക്കുഴലുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ആൻജിയോളജി. ധമനികൾ എന്നാൽ എന്താണ്? ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളെയും നമ്മൾ ധമനികൾ എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണിവ. സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് സിരകൾ. സിരകളിലൂടെ എന്താണ്? അശുദ്ധ രക്തമാണ് കടന്നു പോകുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ശ്വാസകോശ സിരയാണ്. നമ്മൾ പഠിച്ചു അശുദ്ധ രക്തം വഹിക്കുന്നവയാണ് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളെ സിരകൾ എന്ന് പഠിച്ചു. അതിൽ ഒരു കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയുണ്ട്. ആ സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. ഇനി അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയുണ്ട്, ശ്വാസകോശ ധമനി. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, മാറിപ്പോകരുതേ. അടുത്തത് ലോമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളെയാണ് ലോമികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ അടങ്ങിയ രക്തത്തെയാണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. ഓക്സിജൻ അടങ്ങിയ രക്തത്തെ ശുദ്ധരക്തം എന്ന് പറയുന്നു. കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തത്തെയാണ് അശുദ്ധ രക്തം എന്ന് പറയുന്നത്. ഓക്സിജൻ അടങ്ങിയത് ശുദ്ധരക്തവും കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തം അശുദ്ധ രക്തവുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്?
മഹാധമനിയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോമഹാസിരയാണ്. അധോമഹാസിരയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര. അടുത്താണ് അറിത്രോറിസോഴ്സസ്, അതായത് അതിറോസിറിസിസ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥയാണ് അതിറോറിസിറിസിസ് എന്ന് പറയുന്നത്. അടുത്താണ് ത്രോംബോസിസിസ്, രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസിസ് എന്ന് പറയുന്നത്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. രണ്ടാമത്തെ ചോദ്യം: ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. മലപ്പുറം. ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. മൂന്നാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല. ഉത്തരം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയും കാസർഗോഡാണ്. അടുത്തത്: ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള കേരളത്തിലെ ജില്ല തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള കേരളത്തിലെ ജില്ല തൃശ്ശൂർ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം പാറശാല. ഉത്തരം പാറശാല. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണ്? പാറശാല. അടുത്ത ചോദ്യം: നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല. നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ലോക്സഭ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ലോക്സഭ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആലത്തൂർ, മാവേലിക്കര. ആലത്തൂരും മാവേലിക്കരയുമാണ് കേരളത്തിലെ ലോക്സഭ സംവരണ മണ്ഡലങ്ങൾ. പത്താമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉത്തരം ആനമുടി. ഹിന്ദുമത വിശ്വാസികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 11 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. കൊല്ലം. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല. കേരളത്തിൽ കടൽ തീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല ഏതാണ്? കോട്ടയം. ഉത്തരം കോട്ടയം. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം: കേരളത്തിലെ ലോക്സഭ സംവരണ മണ്ഡലങ്ങൾ എത്ര? 2. അടുത്ത ചോദ്യം: ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല താലൂക്ക് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. വിസ്തീർണം കുറഞ്ഞ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം.
കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിലെ നിയമസഭ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. അടുത്ത ചോദ്യം, കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. ഉത്തരം മഞ്ചേശ്വരം. കേരളത്തിലെ നഗരസഭകളുടെ എണ്ണം 87. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. കേരളത്തിലെ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. 31ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ. അടുത്തത്, കേരള നിയമസഭയിലെ പട്ടികവർഗ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരള നിയമസഭയിലെ പട്ടികവർഗ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ശതമാന അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല വയനാട്. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിൽ ആകെ എത്ര റവന്യൂ ഡിവിഷനുകളാണുള്ളത്? കേരളത്തിൽ ആകെ എത്ര റവന്യൂ ഡിവിഷനുകളാണുള്ളത്? ഉത്തരം 27. 27 റവന്യൂ ഡിവിഷനുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 എണ്ണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? തലപ്പാടി. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല. അടുത്ത ചോദ്യം, പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. അടുത്തത്, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണന്തേവൻ ഹിൽസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണന്തേവൻ ഹിൽസ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ. അടുത്തത്, കേരളത്തിന്റെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം.
അടുത്തത് കേരളത്തിൽ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അടുത്തത് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ എത്ര റെയിൽവേ ഡിവിഷനുകളാണുള്ളത്? 2 റെയിൽവേ ഡിവിഷനുകളാണ് കേരളത്തിനുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. കേരളത്തിൽ ആകെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. കേരളത്തിൽ ആകെ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 4 എണ്ണമാണ്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഉത്തരം ഇടുക്കി. അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? MD വാസുദേവൻ നായർ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? MD വാസുദേവൻ നായർ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? തൃപ്പൂണിത്തറ. കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. അതിൽ 3 എണ്ണം ആകെ കേരളത്തിൽ 44 നദികളാണ്. 41 എണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നു. അടുത്തത് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംരക്ഷിത വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14 ആണ്. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പ, പാമ്പാർ, ശിരുവാണി. ഇത്ര എണ്ണമാണ് തന്നിട്ടുള്ളത്. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാർ. ഇവ 3ഉം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. 1956 കേരളം സംസ്ഥാനം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1084/1000 ആണ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. കേരളത്തിൽ നിലവിൽ 14 ജില്ലകളാണുള്ളത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. നോട്ട് ചെയ്യുക, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. അടുത്തത് കേരള സംസ്ഥാനത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. അടുത്തത് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ. ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി? 1.18%. അടുത്ത ചോദ്യം നോക്കാം. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. അടുത്ത ചോദ്യം. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം 2010. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം 2010. THP ചെന്തശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകം ഏതാണ്? കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി. അടുത്ത ചോദ്യം. നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി? അയ്യങ്കാളി. നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളി. അടുത്ത ചോദ്യം. പെരിനാട് സർവേ സമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ്? 1915. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. അയൽ രാജ്യങ്ങൾ, അതിർത്തിയുമായി ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങളുടെ കാര്യം പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ എന്താണ്, രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പഠിച്ചു. പിന്നെ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ
കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ, ഇന്നത്തെ ക്ലാസ് 1 ആണ്, അടുത്ത ക്ലാസ് 2 നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്